ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ? കുഞ്ഞുങ്ങളെ, ഞാനൊക്കെ എന്തില്ല അവിചാരിതമായ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴേ അപ്പോൾ ആൾക്കാർ കാണുമ്പോഴേ അതായത് നൈസർഗികമായ ഒരു കുടുംബാംഗത്തെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. എന്നിട്ട് പറയാം, ദൈവമേ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തേ. അപ്പം അത് വലിയ സന്തോഷമാണ് കേട്ടോ, കർത്താവിൻ്റെ വലിയൊരു കരുണ. പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് വേറെ വെള്ളം കിട്ടിയ ലൊക്കേഷനൊക്കെ വെച്ച് എടുക്കുകയാണ് കേട്ടോ. കുഞ്ഞുങ്ങളെ, ഇതാ ഇന്നാൾ കണ്ട മാങ്ങാന്നൊക്കെ നിങ്ങൾ പറയും. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ കരുണ. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറയും ചൊല്ലി നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഈ ഓരോരോ കാര്യങ്ങളുണ്ട്, മാത്രം കാര്യങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥന നിയമങ്ങൾ. ചില ബർത്ത്ഡേ ഉള്ളവരുണ്ട്, പിന്നെ ചിലർ ഹോസ്പിറ്റൽ കേസുകൾ, ഒരുപാട് കാര്യങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന വിഷയങ്ങൾ ഈ ദിവസങ്ങളൊക്കെ ഞാൻ വായിച്ചായിരുന്നു. അപ്പം അതിനെല്ലാം വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, എന്ത് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വിശുദ്ധ ജീവിതം എളുപ്പമാക്കാൻ എന്നുള്ളതാണ്. നമുക്കറിയാം, നമുക്ക് വിശുദ്ധി ജീവിക്കാന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ്. അത് എളുപ്പമാക്കി മാറ്റാൻ അതാണ് ഗലാത്യ ചാപ്റ്റർ 5:16. അതാണ് വചനം. നിങ്ങളോട് ഞാൻ പറയുന്നു, പൗലോസിലേക്ക് വെളിപ്പെടുത്തുകയാണ്, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. അപ്പോൾ നമുക്ക് ജഡമോഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് വ്യഭിചാരം, സ്വവർഗഭോഗം, അല്ലെങ്കിൽ പോണോഗ്രാഫി, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പാപങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചിന്തകളാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. വാസ്തവത്തിൽ ജഡമെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പൗലോസ് ലിസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഈ ജഡമോഹങ്ങൾ തന്നെ കീഴ്പ്പെടുമെന്ന് മാത്രമല്ല, ആത്മജീവിതം, വിശുദ്ധ ജീവിതം വളരെ എളുപ്പമുള്ളതായിട്ട് തീരുകയും ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്താ പറയണത്, ഇപ്പം നമ്മുടെ ശിമയോൻ ആൻഡ് അന്ന, നമ്മുടെ കാര്യത്തിൽ, അപ്പോൾ അവർക്ക് പെട്ടെന്ന് ദേവാലയത്തിലേക്ക് ചെല്ലേണ്ട ഒരു പ്രേരണ തോന്നുന്നു. അവർ വേഗം ദേവാലയത്തിൽ ചെല്ലുന്നു, അവിടെ ഈശോനെ കണ്ടുമുട്ടുന്നു. അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ. അപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് പീലിപ്പോസ് പെട്ടെന്നൊരു പ്രേരണ ഇന്ന സ്ഥലത്തേക്ക് ചെല്ലുക, അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് മറ്റേ ബൈബിളൊക്കെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ചില രംഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ആത്മാവ് പറയുന്നതിനനുസരിച്ച് പോയി കഴിഞ്ഞാൽ ഈ പാപസാഹചര്യം ഒഴിവാകുമെന്ന് മാത്രമല്ല, ആത്മാവിൽ നമ്മളിങ്ങനെ ബലപ്പെട്ട് വളർന്ന് വന്നുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉദാഹരണം ഞാൻ ദാവീദിന് കിട്ടിയ ആത്മീയ പ്രചോദനം യുദ്ധത്തിന്റെ സമയത്ത് പോകണമെന്നുള്ള, യുദ്ധം ചെയ്യാൻ പോകേണ്ടതില്ല, വാഗ്ദാനവേള അവിടെയല്ലേ. ആ പ്രേരണ അനുസരിക്കാതെ, ബൈബിളിലെ പ്രേരണ എഴുതി വെച്ചിട്ടില്ലേ, ഇപ്പോൾ ഉദ്ദേശിക്കുന്ന അതാണ്. കൊട്ടാരത്തിൽ തന്നെ താമസിച്ചു, എന്തായി, പാപത്തിൽ ചെന്ന് ചാടുകയും ചെയ്തു. അപ്പോൾ വിശുദ്ധ ജീവിതം എളുപ്പമാക്കാൻ എളുപ്പമാർഗം എന്ന് പറയുന്നത്, പറയുന്നത് ഈ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് എന്നുള്ള പ്രചോദനങ്ങളെ, അതിനെക്കുറിച്ച് ഫൗസ്തീന പറയുന്നത് താല്പര്യപൂർവ്വം, വളരെ താല്പര്യപൂർവ്വം അതിനെ നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രേരണകളെ താല്പര്യപൂർവ്വം ശ്രദ്ധിച്ച്, പിന്നെ വിശ്വസ്തയോടെ അനുസരിച്ച് പുറത്തേക്ക്. അങ്ങനെ 3-4 വേർഡ് അവിടെ വായിച്ച് ഞാനിവിടെ ഓർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് താല്പര്യവും വിശ്വസ്തവും ശ്രദ്ധിച്ച് പുറത്തേക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ ആത്മബുദ്ധിപതിയാണ്. അതേസമയം അതുകൊണ്ടാണ് ഈ വിശുദ്ധാത്മാക്കൾ പറയുന്നത് എപ്പോഴും ഈ ഒരു വിശുദ്ധ ജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആക്ട് നിയന്ത്രിക്കുന്ന ഒരു കാര്യം, വേറെയുള്ള ഒരുപാട് കാര്യങ്ങളെ നിയന്ത്രിച്ചാലേ പറ്റുള്ളൂ. അത് ആത്മാപ്രേരണ എന്നുണ്ടെങ്കിൽ അത് വേണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ചെയ്തോ, അതാണ് നമുക്ക് രാവിലെ പള്ളിയിൽ പോകേണ്ട പ്രചോദനം കിട്ടും. ആത്മ അതിന് പോയി കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ അന്നത്തെ ഒരു പാപം ഒഴിവാകും, നമുക്കറിയത്തില്ല. മനസ്സിലായോ? എന്നാ പിന്നെ ശരി, മനസ്സിലായെങ്കിൽ പിന്നെ നിർത്താം. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു. കർത്താവെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് വലിയ ദൈവസ്നേഹം കൊണ്ട്, വലിയ വിശുദ്ധി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണേ കർത്താവ്. ദൈവമേ, വിശുദ്ധിയെ ജീവിക്കാൻ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് കർത്താവ്. പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങളെ താല്പര്യപൂർവ്വം വിശ്വസ്താപൂർവ്വം ശ്രദ്ധിച്ച് പൂർത്തിയാക്കാനുള്ള വലിയ ഒരു കൃപ ഞങ്ങൾ ഓരോരുത്തരും വന്ന് നിറയട്ടെ എന്ന് പറയും. എല്ലാ ദുഷ്ടാരൂപികളെയും പൈശാചികത്വങ്ങളെയും ശല്യങ്ങളെ, ബാധകളെ, ബോധങ്ങളെ, തടസ്സങ്ങളെയും യേശു നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശന്റെ ഉള്ളിൽ ഞാട്ടിപ്പായിക്കുന്നു. കർത്താവ് നിങ്ങളെ താങ്ങട്ടെ. മാലാഖാവ് നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകട്ടെ. പരിശുദ്ധ നമ്മുടെ യേശുപിതാവിന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പേരിന് കാരണം വിശുദ്ധർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് കർത്താവ് ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ആര് വഴി, ഏത് വഴിയാണെങ്കിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അയച്ചിട്ടുള്ള എല്ലാവരുടെയും പറഞ്ഞത് എല്ലാവരുടെയും നിയോഗങ്ങളെ ആശ്രയിക്കുന്നു. നിങ്ങൾക്ക് ഒരു സാക്ഷ്യപ്പെടുത്താൻ ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ.
നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവ് ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.